മുക്കാൽ പരുവത്തിൽ വടിച്ച് വെച്ച ചോറ് നമുക്കിതിലേക്ക് ഇടണം. ഇതൊന്ന് ആറി ചോറും ഒന്ന് ആറി വരണം. ഞാനിവിടെ ഒരു നല്ലൊരു വെറൈറ്റി റൈസാണ് ഇത് എടുത്തിട്ടുള്ളത്. ലഞ്ച് ബോക്സായും ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റി റൈസാണ്. അതിനിവിടെ പപ്പടമോ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുളക്കിഴങ്ങോ ഉപ്പേരിയോ എന്തെങ്കിലും വെച്ച് കഴിക്കാം. അധികം കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അതിന്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഞാനൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതും ഇതിൽ വെച്ച് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൊതി കെട്ടിയാലും ഈ ഐറ്റംസോ പപ്പടമോ എന്തെങ്കിലും നമ്മൾ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ കണ്ടിട്ടെല്ലാവരും റെഡിയാക്കി നോക്കുക. വളരെ ഈസിയാണ്. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറുപയർ, ഒരു ടീസ്പൂൺ ചെറുപയർ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ഗ്രൗണ്ട് കടല, പിന്നെ പച്ചക്കടലയാണിത്, വറുത്തതല്ല. വറുത്തത് ഉപയോഗിക്കാം. വറുത്തത് ഉപയോഗിച്ചാൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പോവാം ഞാൻ. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചത്, അത് കഴിഞ്ഞ് കറിവേപ്പില, പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇടണം. ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ലെമൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ലെമൻ്റെ ജ്യൂസ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകിട്ട് ചൂടായി വരുമ്പോൾ പൊട്ടി വന്നതിന് ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞു കറിവേപ്പില ഇടാം. എടുത്ത് വെക്കുന്ന കപ്പലണ്ടി ഇടാം. കപ്പലണ്ടി ഒന്ന് പച്ച സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ വേഗം എണ്ണയിലാണെങ്കിൽ വേഗം ഒന്ന് കരിഞ്ഞു പോയി. ഇനി നമുക്ക് ഇപ്പോൾ കപ്പലണ്ടി വറുത്തതാണെങ്കിൽ ലാസ്റ്റ് ഇടാവും. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം അങ്ങനെ ഇടാം. എല്ലാം ഒന്നും വരിഞ്ഞ് വരട്ടെ. ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ അധികം വേണ്ട. എണ്ണ നിറയെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ. ഇതൊരു വെറൈറ്റി റൈസ് ചെയ്യാനാണല്ലോ. അപ്പോൾ അതെല്ലാം നല്ല ഒന്ന് ചുമന്ന കളറാവണം. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒന്ന് അര വേവാകുമ്പോൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് അതിലേക്കിടാം. അപ്പോൾ പച്ചമുളക് ഒന്ന് വേവണമല്ലോ, എന്താ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങണമല്ലോ, അതിനാണ്. എല്ലാം ചുമന്ന നിറമായി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്, എത്ര ചോറാണോ ഇടുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് കണക്കാക്കിയിട്ടിടണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ലെമൺ റൈസാണ് ചെയ്യണത്, അതാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് അതിൽ ഈ കളർ വരണം, അല്ലാതെ കരിഞ്ഞു പോകാനും പാടില്ല, അധികം വേവാണ്ടിരിക്കാനും പാടില്ല. ഇനി നമുക്കിതിനെ ആ സ്റ്റൗവിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റി വയ്ക്കാം.
അല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് ചൂടായി പോവാതെ. ഇനി ഇത് ആറട്ടെ, കുറച്ചൊന്ന് ആ ചട്ടിയുടെ ചൂടൊന്ന് മാറിയതിന് ശേഷം മുക്കാൽ പരുവത്തിൽ വടിച്ച് വെച്ച ചോറ് നമുക്കിതിലേക്ക് ഇടണം. ഇതൊന്ന് ആറി, ചോറും ഒന്ന് ആറി വരണം. ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ച മിക്സ് നല്ല ആറിയിട്ടുണ്ട്. വടിച്ച് വെച്ച ചോറും ഒരളവിന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യമായ ചോറ് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ചോറ് എത്ര വേണോ അതനുസരിച്ച് വേണം ഈ മിക്സ് വയ്ക്കാനായിട്ട്. ചോറ് കുറച്ച് വേണ്ടെങ്കിൽ ആ മിക്സ് മുഴുവനും കുറച്ചൊരു എടുത്ത് വയ്ക്കാം നമുക്ക് ആ മിക്സ്. അപ്പോൾ നമുക്ക് നല്ലൊന്ന് ചോറ് ഉടഞ്ഞു പോവാതെ കുഴക്കണം, മിക്സാക്കണം. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് ചോറ് വെച്ച് ഈ പയറുവർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് താളിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാം. ചോറ് അധികം വേകാൻ പാടില്ല, ഒരു മുക്കാൽ വേഗ്. അധികം വെന്ത് പോയാൽ കുഴഞ്ഞു പോകും, തൈര് ചോറായ പോലെ ആയി പോകും. ഇതൊക്കെ വെറൈറ്റി റൈസസ് അല്ലേ, അപ്പോൾ അത് മുക്കാൽ വേഗാകണം. ഇതുപോലത്തെ അരിയാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സിയോ റൈസോ ഏതാണെങ്കിലും എടുക്കാം. അത് കുറച്ച് വലുതായിട്ടുണ്ടാവും. ഇതാവുമ്പോൾ ബിരിയാണി റൈസ് പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അല്ല ആ അരിയാണ് ഇഷ്ടമുണ്ടെങ്കിൽ അതിലും ചെയ്യാം നമുക്ക്. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1.25 ഗ്ലാസ് അരിയുടെ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 3/4 ഗ്ലാസ് അരിയുടെ ചോറൊന്നും ഞാൻ ഇതിലിട്ടു. അപ്പോൾ കറക്റ്റായിട്ട് ആ എസൻസും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. കുറച്ച് കൊത്തമല്ലിയുടെ ഇടാം. കൊത്തമല്ലിയും കറിവേപ്പിലയും. കൊത്തമല്ലി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മണം ഉണ്ടാവും. എല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കുക. വേണ്ടില്ല. അപ്പോൾ ഞാൻ കഴിക്കേണ്ട രീതിയിൽ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗും എന്തെങ്കിലും ഒരു സ്നാക്സ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യമാണെങ്കിൽ പൊട്ടാറ്റോ ചിപ്സോ എന്തെങ്കിലും ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ സമയമില്ലാത്ത സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്ക് ബൈ.